കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തി ഒരു കലാകുടുംബം. നീലംപേരൂർ സുരേഷ് കുമാറും മോഹിനിയാട്ട നർത്തകി അനുപമ മേനോനുമാണ് മക്കളായ പവിത്രയെയും പല്ലവിയെയും കലോത്സവത്തിൽ പങ്കെടുപ്പിക്കുവാനായി എത്തിയിരിക്കുന്നത്. സംഗീത നാടക അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ അനുപമ മോഹൻ മാം അവരുടെ മക്കളുമായിട്ട് ഇത്തവണ കലോത്സവ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു കലാകുടുംബം തന്നെയാണ്. ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹായ് മാം, ദൂരദർശന്റെ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ മക്കളെയും കൊണ്ട് ഇവിടെ വരികയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് കലോത്സവം? കലോത്സവം നല്ല നിലവാരമുണ്ട്. പണ്ടത്തേക്കാളും കുട്ടികൾ കുറേ കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കളിക്കുന്നുണ്ട്. അതോടൊപ്പം ഇത്തിരി ഒരു മത്സരബുദ്ധി കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കലയുടെ ഒരു മൂല്യം കുറഞ്ഞ് കൂടുതലും ഒരു മത്സരബുദ്ധിയോട് കൂടിയാണ് ഇപ്പോൾ കൂടുതലും കുട്ടികൾ. പണ്ടൊക്കെ ഒരു കലോത്സവത്തിന്റെ ഒരു കാഴ്ചപ്പാടല്ല ഇപ്പോഴത്തെ, എന്നാണ് എൻ്റെ അഭിപ്രായം. കലോത്സവത്തിലൂടെ ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അപ്പം നേരത്തെ കാലഘട്ടം പോലല്ല, ഇനിയിപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കലകൾ, പല പല കലകളും, ക്ലാസിക്കൽ കലകളും ഇപ്പൊ പഠിക്കുന്നത് തന്നെ ഈ ഒരു കലോത്സവം ലക്ഷ്യമാക്കിയാണ്. അപ്പൊ ആ കലകളൊക്കെ, കഥകളി, ഓട്ടംതുള്ളല്, നങ്ങ്യാർകൂത്ത്, ചാക്യാർകൂത്ത് എന്നീ ഇത്തരത്തിലുള്ള കലകളൊക്കെ കുട്ടികൾക്ക് വളരെയധികം മനസ്സിലാക്കാനും അതിലേക്ക് ഇറങ്ങാനും ഒക്കെ സാധിക്കുന്നുണ്ട്. കലോത്സവം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊക്കെ ഇതിനോടകം തന്നെ ഏകദേശം വളരെ ചുരുക്കപ്പെട്ട ആൾക്കാരിലേക്ക് ഒതുങ്ങിപ്പോയാണ്. ഇതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ചതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കലോത്സവം. കാരണം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ മത്സരിക്കുന്ന 5 ഇനങ്ങളിലും എനിക്ക് സംസ്ഥാന തലത്തിൽ വരാൻ പറ്റണമെന്ന്. ആ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചത് ഈ ഒരു വർഷമാണ്. അടുത്ത വർഷവും മക്കളുമായി ഇതേപോലെ വരണം. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ക്യാമറമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.